Hi, hello, my dear friends. Welcome back to my videos. ഒരു മത്തങ്ങ തീയൽ വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് എളുപ്പം ഇങ്ങനെ അരിയാനാണ്. നേരത്തെ അരിഞ്ഞങ്ങ് ശീലമായിപ്പോയി. മത്തങ്ങയൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ച് അരിയാനാണ് എളുപ്പം. കൊച്ചുള്ളി മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു അരിയാനായിട്ട് ആവശ്യമുള്ളത്. മത്തങ്ങ കഴുകി കഴിഞ്ഞിട്ടാണ് അരിയുന്നത്. സത്യം പറഞ്ഞാൽ കൊച്ചുള്ളിയൊക്കെ നമ്മൾ കഴുകി വേണം അരിയാൻ. അങ്ങനെ തന്നെ നട്ട് വളർത്തുന്ന കൊച്ചുള്ളിയൊന്നും അല്ലല്ലോ. അത് കാരണം അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴിയുമെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. അത്രയും കൂടെ കുറച്ചുകൂടെ വിഷം കുറയും. അത്രയും കുറച്ച് വിഷം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും. ഒരു മത്തങ്ങ തീയൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. രണ്ട് പച്ചമുളക് എടുത്ത്. കാന്താരി വേണ്ട, പച്ചമുളക്, അവന് എരിവ് വേണ്ട. നല്ലതുപോലെ വെള്ളത്തിൽ കഴുകണം. 2-3 വെള്ളത്തിൽ കഴുകി ആവശ്യത്തിന്. ഒത്തിരി എണ്ണ വേണ്ട, കാരണം തീയലെന്ന് പറയുമ്പം തേങ്ങ വറുത്താണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അത്ര ഗുണം ചെയ്യില്ല. അത് കാരണം നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മസാല ബോക്സ് എടുത്തു. അതിൽ നിന്ന് ഒരു നുള്ള കടുക്, കടുക് പൊട്ടി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ ധാരാളം വെച്ചു. വിഷം ഉപയോഗിക്കാത്ത കറിവേപ്പില. ഉള്ളിയും പച്ചമുളകും ആക്ച്വലി ഇത് സിമ്മിലിട്ട് നമുക്ക് വേവിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇച്ചിരി തിരക്കില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കിലായതുകൊണ്ട് പെട്ടെന്നൊരു മത്തങ്ങ തീയൽ ഉണ്ടാക്കുവാണ്. ഞാൻ വിചാരിച്ചത് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാമെന്ന്. ഉള്ളി നല്ലതുപോലെ വഴറ്റണം. പക്ഷേ ഈ എണ്ണ അതിന് മതിയാവില്ല. അപ്പം ഇച്ചിരി കൂടെ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കൂടുതൽ ഒഴിക്കേണ്ട.
അതുപോലെ തന്നെ അതേ സെയിം സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയും കൂടെ വറുത്തെടുക്കാം. രണ്ടും കൂടെ ഒരുപോലെ ശരിയാവും. ഒരു മുറി തേങ്ങ മതിയാവും, ഒരു മുറി തേങ്ങ. ഈ അടുപ്പിൽ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഇപ്പുറത്ത് തേങ്ങ തീയലിന് വേണ്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നു. വറുത്തെടുക്കാനായിട്ട് കുറച്ചെണ്ണ, ഈ തേങ്ങ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് മുരിഞ്ഞു വരും. ഇവിടെ ഉള്ളി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് മത്തങ്ങ ആഡ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണയല്ല, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് മത്തങ്ങ വേകണം. ഇട്ട് കൊടുക്കും നമുക്ക്. ഈ തീയിൽ ഞാൻ കുറച്ച് ഈ നമ്മൾ ഇട്ടേക്കുന്ന കഷ്ണത്തിന് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ പിടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ വേവിക്കുമ്പം കുറച്ച് പേരിന് ആ കഷ്ണത്തിന് ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്യും. ഇത്രയും മതി. പെട്ടെന്ന് വേഗം. വേറൊരു കാര്യം എന്താന്ന് പറയാനാണെങ്കിൽ, ചിലർക്ക് നെഞ്ചിരിച്ചിലിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ഈ നെഞ്ചിരിച്ചിൽ ഉണ്ടാവുന്നതിൻ്റെ കാര്യം ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കും. ഗ്യാസ് ഉള്ളവർക്കും ഈ നെഞ്ചിരിച്ചിൽ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങൾ കാണും. അതിലൊന്നാമത്തെ കാര്യം ഗ്യാസ് ആയിരിക്കും. അപ്പോൾ പല കാരണങ്ങളും കൊണ്ട് ഇപ്പം വയറിനെന്തെങ്കിലും അസുഖമുള്ളവർക്ക് വയറിനെന്തെങ്കിലും നെഞ്ചരിച്ചിലുണ്ടാകാം. അപ്പോൾ തീയിൽ അങ്ങനെ അസുഖമുള്ളവർക്ക്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ഈ തീയിൽ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവും. നിസ്സാരം ഗ്യാസാണ്, എന്നിരുന്നാൽ പോലും നെഞ്ചരിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും തീയൽ കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ തീയൽ അങ്ങനെ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് നമ്മൾ വറുത്തെടുക്കണ്ട. അത് നല്ല ബ്രൗൺ കളറാണ്. ഈ തേങ്ങ എല്ലാം വാടി എല്ലാം ഒരു ഗോൾഡിഷ് കളറാവുമ്പോൾ, ഒരു ഗോൾഡ് കളറാവുമ്പോൾ നമ്മൾ ആ തീയിൽ വറുക്കുന്നതിന് നിർത്തണം. ഈ പച്ചപ്പൊക്കെ എല്ലാ തേങ്ങയും അതായത് വൈറ്റ് കളറില്ലാതെ, ഒരു തേങ്ങ പീര പോലും ഒരു വൈറ്റ് കളറും ഇല്ലാതെ നല്ല ഗോൾഡൻ കളറ് ആയി ഒന്നുകൂടെ ഒരു മുരിഞ്ഞ് വരണം. ആ ടൈമിൽ തേങ്ങ വറുക്കുന്നത് നമ്മളൊന്ന് ഓഫ് ചെയ്യണം. നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞു. നല്ല ഗോൾഡൻ കളറും ഒരു ചൂടായിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ ആയാലും കുഴപ്പമില്ല. അതായത് ഇത് നമ്മുടെ തേങ്ങ പൂള് പോലെ വരുന്ന അടന്നു വീഴത്തില്ലേ, അതുപോലെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ തീയലിനെ നല്ലപോലെ അരയ്ക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞോളും. പക്ഷേ ഇത് ബ്രൗൺ കളർ ആകാൻ നിന്നാൽ, ഇങ്ങനെ തേങ്ങ വീഴുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് പീര ഉണ്ടല്ലോ, അത് നല്ലപോലെ ഇപ്പോൾ കരിഞ്ഞു പോകും. പക്ഷേ ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ തീയലിന് കുഴപ്പവുമില്ല.
ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട്, അത് കാരണം കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ മുളക് പൊടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നെഞ്ചരിച്ചിലുള്ളവർക്ക് ഒരുപാട് മുളക് പൊടിയും വേണ്ട. വേണ്ട ഒറ്റ ടേബിൾ സ്പൂണ് നിറച്ച് നല്ലതുപോലെ എടുക്കണ്ട, അത് മാത്രം മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു, ആ തീയിലിരുന്ന് ഇതങ്ങ് മൂത്താൽ മതി. നല്ല ചൂടുണ്ട് പാനിന്, അപ്പോൾ ആ തീയിലിരുന്നത് മൂത്താൽ മതി. ഇനി വേണ്ടത് നമുക്ക് മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അതൊന്ന് കുമിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ 1 ടീസ്പൂൺ മതി. അതും ഇട്ടു. കുമിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തല്ലോ. ഇനിയും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്താണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. വേണ്ട പേരിന് ഒരു 3 കൊച്ചുള്ളി, പിന്നെ നല്ല കറിവേപ്പിലയാണല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ ഇട്ടിരുന്നാലും നമുക്ക് കുഴപ്പമില്ല. അതും കൂടെ ആഡ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ. ആ നല്ല കറിവേപ്പില കുറച്ച് ആഡ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അത് ഈ ചൂടിൽ കിടന്ന് ഇതാവണം, എന്നാലല്ലേ പൊടിഞ്ഞ് വരുള്ളൂ. ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നിങ്ങളിത് ഇടേണ്ട ആവശ്യമില്ല. കാര്യം അത്രയും വിഷവും കൂടെ ഉള്ളിൽ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഒന്നുകൂടെ എടുക്കാം. കറിവേപ്പിലയ്ക്ക് നല്ല ഈർപ്പം ഉണ്ടായിരുന്നു, കഴുകിയായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കാം. ഞാൻ എന്താ ഈ ചൂടിൽ തന്നെ മതിയെന്ന് പറയാൻ കാര്യം, ഇനി ഇത് തേങ്ങ മൂക്കാൻ പാടില്ല, അത് കാരണമാണ് അത് മതിയെന്ന് പറയാൻ കാര്യം. അതുകൊണ്ട് അധികം ചൂടാക്കണ്ട, ഈ ചൂടിൽ തന്നെ കറിവേപ്പിലയും ഉള്ളിയും കിടന്നിതായിക്കോളും. കണ്ട ഇട്ട ഉടനെ തന്നെ ഉള്ളിയുടെ ഒരു നിറം മാറിയത് കണ്ടു. അപ്പോൾ ആ ചൂട് അതിനുണ്ടായിരുന്നു. അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മളിനി തീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയുടെ ആ ചൂടിൽ കിടന്ന് കറിവേപ്പില ഉള്ളി ആയിക്കോളും. ഓക്കെ, ഇതിനും പൊടിക്കാനുള്ള ഘട്ടമാണ്. നമ്മുടെ മത്തങ്ങ ഉള്ളിയും വെന്ത് വരുന്നു. നമുക്കൊരു ഇത്രയും വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിന്, ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അത് പൊടിച്ച് വരുമ്പോഴത്തേക്കും ആ പുളി പിഴിയാൻ പാകമായി കാണും. ഇത് കണ്ടോ, നമ്മൾ സാധാരണ തീയിൽ നല്ലപോലെ മൂക്കുന്ന ഒരു തീയിൽ പൊടിച്ച് വരുമ്പോൾ ഈ കളറല്ല, നല്ല കരിഞ്ഞ പോട്ടെ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇത് ആ മൂപ്പിൻ്റെ വ്യത്യാസമാണ് ഈ ഇതിൽ കാണുന്നത്. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം ഇങ്ങനെ പൊടിച്ചെടുത്ത് നല്ല എണ്ണമയം കണ്ടതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. നമുക്ക് ഒരു ശീമച്ചക്ക അതിനിടയ്ക്ക് എടുക്കാം. അതിൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, വെള്ളം തൊടാതെ നമ്മൾ തീയൽ നരയ്ക്കണം എന്ന്, എങ്കിൽ മാത്രമേ തീയലിൻ്റെ ആ സ്വാദ് വരുള്ളൂ. പക്ഷേ അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് ന്യൂ ജനറേഷന് എനിക്കും ഉണ്ടായിട്ടുണ്ട്. വെള്ളം തൊടാതെ അരച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം വെള്ളം തന്നെയല്ലേ ആഡ് ചെയ്യുന്നത്, അത് വേറെ. വെള്ളം തൊടാതെ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് പ്രത്യേകത തന്നെ ഉണ്ടതിന്. അപ്പോൾ അത് വേറെയാണ്. ഞാൻ മിക്സിയിൽ അങ്ങനെ തന്നെയാണ്, വെള്ളം തൊടാതെ തന്നെയാണ് ഞാൻ മിക്സിയിൽ അരയ്ക്കാറുള്ളത്. നമുക്ക് ഈ ചീമച്ചക്ക ഒന്ന് പെട്ടെന്ന് മെഴുക്ക് പുരട്ടുകൂടെ ചെയ്യാം. അപ്പോൾ തീയലിന് ഇപ്പോഴത്തെ അരച്ചിടുമ്പോഴത്തേക്കും പുറത്തിരുന്ന് ഈ മെഴുക്ക് പുരട്ടി ആകുകയും കൂടെ ചെയ്യുമല്ലോ.
അപ്പോഴത്തേക്ക് നമ്മൾ ഈ മിക്സിയുടെ ചൂടൊന്ന് കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഇതേ ഒരുപോലെ മിക്സി അടിച്ചുകൊണ്ട് കഴിഞ്ഞാലേ ഈ വെള്ളം തൊടാതെ അരയ്ക്കുകയും ചൂടും കൂടല്ലേ, അപ്പം മിക്സി കേടായി പോയാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊന്ന് ആലോചിച്ചോണം. കേടായിപ്പോയെന്ന്. ശീമച്ചക്കയ്ക്ക് ഒരു കറയുണ്ട്, നമ്മുടെ ചക്ക എടുക്കുന്ന പോലത്തെ തന്നെ. എടുക്കുന്നതിന് മുമ്പ് ഇച്ചിരി എണ്ണ തൂക്കുന്നത്, കയ്യിൽ തൂക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ധൃതിയിലൊക്കെ ചെയ്യുമ്പം കയ്യേറൊക്കെ ഇടണേ. നമ്മളെ ധൃതിയിലൊക്കെ ചെയ്യുമ്പം കയ്യേറ എടുക്കാറില്ല. പെണ്ണുങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഇതെപ്പോഴും. ഇത് കളഞ്ഞിട്ട് ഇച്ചിരി എണ്ണയും കൂടെ തൂത്തിട്ട് വരാം. ഞാൻ ഇച്ചിരി എണ്ണ തൂത്തു കയ്യിൽ. മെഴുക്ക് പുരട്ടിക്ക് പാകത്തിന് ഇങ്ങനെ മതി. ഒന്ന് സൈഡ് ചരിച്ച് വെള്ളത്തിലോട്ടിടുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തേക്ക് ഇച്ചിരി കറ പോവുകയും ചെയ്യും. കഴുകി അടുപ്പയിലാക്കിയാൽ മതി. അതായത് ഒരു ഗ്ലാസ് വെള്ളം തികച്ചൊഴിക്കേണ്ട, ഒഴിച്ച് ശകലം ഉപ്പും ഇട്ട്, ഉപ്പ് പിടിക്കാനായിട്ട് ഇടണമല്ലോ. ഒരു നുള്ളു മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അടച്ചു വെച്ചു. വെള്ളം തൊടാതെ ഞാൻ അരച്ചു. വേണ്ട എണ്ണ കണ്ടോ, ഈ എണ്ണ വരണം. ഇനി ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. വേണ്ട, ഈ പരുവത്തിന് അടിച്ചെടുക്കണം. ഒരിച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്യണം. വേണ്ട, ബാക്കി വെള്ളവും ഇതെല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യും. ഈ മത്തങ്ങ ഒന്ന് ഉടയത്തക്ക രീതിയിൽ നമ്മൾ തവി വെച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ കംപ്ലീറ്റ് മത്തങ്ങ ഉടയുകയും ചെയ്യരുത്. നമ്മൾ പുളി പിഴിഞ്ഞു. ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മളൊരു പരുവത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഉദ്ദേശിച്ച തീയിൽ തന്നെ നെഞ്ചരിയാത്ത ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു തീയലാണ്. ആർക്കും കഴിക്കാം. പിന്നെ എന്തിനാണെന്നോ ഈ മത്തങ്ങ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുവാണേ. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഈ മത്തങ്ങയുടെ മധുരവും കൂടെ നമുക്കിതിൽ തീയലിനകത്ത് കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ഇത് വെന്തങ്ങ് ഉടഞ്ഞ് പായസം പോലെ ആവുകയും ചെയ്യരുത്. ചിലത് നമ്മൾ ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ അങ്ങ് തിളച്ച് ശരിയാവണം. അത് പെട്ടെന്ന് വെന്തു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളവും തികച്ച് ഒഴിക്കണ്ട, പെട്ടെന്ന് വെന്തു.
കാരണം നമ്മളിതൊരു ഫ്രൈ പരുവത്തിന് എടുക്കുമല്ലേ, അപ്പോൾ ഒരുപാട് നമ്മൾ വേവിക്കണ്ട, വെന്തുടഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ തീയലുമായി ഒരു ശീമച്ചക്ക മെഴുക്ക് പുരട്ടിയുമായി. എളുപ്പമല്ലേ? ഇതേ കണ്ടോ, പരുവത്തിന് വെള്ളം പറ്റി വരുന്നത് കണ്ടോ, കണ്ടോ? ഈ പരുവത്തിന് ഉടയാതെ നമുക്ക് കിട്ടണം, കണ്ടോ? ഓക്കെ, നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളുടെ ഉദ്ദേശം ഇത് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി പരുവത്തിന് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഇച്ചിരി എണ്ണ വേണം. ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പോലും മുളക് തികച്ചിട്ടില്ല. മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി ഇച്ചിരി മസാല, ഗരം മസാല. പുളി പരുവമാണ്, പുളി കൂടിയിട്ടില്ല. ഉപ്പ് വേണമെങ്കിൽ ഒരു ശകലം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പുളി പരുവമാണ്. ഈ പുളി അധികം ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്കാണെങ്കിൽ പുളി മുന്നേ നിൽക്കണം. ഇവിടെ ഇപ്പോൾ ആർക്കും പുളി മുന്നേ നിൽക്കേണ്ട. പുളി ഇച്ചിരി കുറഞ്ഞാൽ തന്നെയും ഇവിടെ ആർക്കും പ്രശ്നവുമില്ല. അത് കാരണം പുളി പരുവമാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം പുളി മുന്നോട്ട് നിൽക്കേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യുക. ഉപ്പ് ഇഷ്ടാനുസരണം ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ആഡ് ചെയ്യുക. നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പില കൂടെ ഇതിലുണ്ട്. അതൊരു മണത്തിനിടുന്നതാണ്. കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആവശ്യാനുസരണം ഉള്ളതുകൊണ്ട് ഒരു മണത്തിനിട്ടെന്ന് മാത്രം. നമ്മൾ പല സംഭാവനകളും നടത്താറില്ലേ, കറിവേപ്പില പോലെ എന്ന്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി അറിയാത്തവരാണ് ഇത് കളയുന്നത്. നല്ല കറിവേപ്പില തന്നെ ആണെങ്കിൽ അത് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം. കറിയിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പിലയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് മണവുമില്ല, ഗുണവുമില്ല. പിന്നെ ചിലതിന് മണം കാണുമെന്ന് തോന്നുന്നു. കണ്ടോ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പോലെ തന്നെ ആയത് കണ്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പോലെ തന്നെ. ഒന്നുകൂടെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് മാറ്റാം. ഇനി ഇതിന് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കടുക് വറുക്കുന്നതാണ്. അതായത് താളിക്കുക. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് താളിപ്പാണ്. മെഴുക്ക് പുരട്ടിക്കല്ല, തീയലിന്. ചിലർക്ക് നെഞ്ചരിച്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടുക് വറുക്കുമ്പോൾ മുളക് കുറച്ചിട്ടാൽ മതി, കൂടുതലിടണ്ട. ഇതെന്തിനാ ഇതിലൊഴിച്ചിട്ട്? അത് ഈ പണ്ടത്തെ അമ്മമാർ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ കടുക് വറുക്കുന്ന
നമ്മൾ കടുക് വറുക്കുന്നതിൽ തന്നെ ഒഴിച്ച് ഇങ്ങനെ എടുക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് അതിൽ ഉത്തരവില്ല. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ തീയല ആയി കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം എന്നുള്ളവർക്ക് ഇച്ചിരൂടെ വെള്ളം ആഡ് ചെയ്യാം. ഇച്ചിരൂടെ നിറം വേണം എന്നുള്ളവർക്ക് ഇച്ചിരൂടെ നിറം മുളക് ആഡ് ചെയ്യാം. ഇവിടെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം ഇല്ലാത്തവർക്ക് ഇച്ചിരൂടെ മൂപ്പിക്കുകയും പിന്നെ ഇച്ചിരി മുളക് പൊടി വേണമെങ്കിൽ ഒരു 5-6 മുളക് പൊടി ചേർത്ത് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം കൂടെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ട് വെച്ച തീയലാണ്. അപ്പം നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തു. തീയൽ റെഡി. ഇപ്പുറത്ത് മെഴുക്ക് വരട്ടി അതും ഏകദേശമല്ല ആയി കഴിഞ്ഞു. കണ്ടല്ലോ നിങ്ങൾ, മെഴുക്ക് വരട്ടിയും ആയിക്കഴിഞ്ഞു. ഓക്കെ, റെഡിയായി. ഫൈനൽ സ്റ്റേജ്. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പം ഇന്നുണ്ടാക്കിയ തീയലും ശീമച്ചക്ക മെഴുക്ക് വരട്ടിയാണ്. പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ട്. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ പാചകം ചെയ്താൽ അത് മാത്രം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് ഈ അവസരങ്ങളിൽ മീനും കിട്ടാനില്ലല്ലോ. കഴിച്ചു നോക്കാം. ഒരു മെഴുക്ക് വരട്ടി. നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് തന്നെ നോക്കണം, എന്നാലേ അത് പറയാൻ പറ്റൂ. ഇതിന് ഇവിടെ എരിവ് അധികം ആവശ്യമില്ലാത്തവരുണ്ട്. അതാണ് എരിവ് കുറച്ചാൽ മെഴുക്ക് വരട്ടിക്ക് ഇട്ടേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരൂടെ എരിവിട്ട് കഴിക്കുന്നതായിരിക്കും പലർക്കും. എനിക്കും ഇച്ചിരൂടെ എരിവ് വേണം. എനിക്കിച്ചിരി എരിവ് ഉള്ളതാണ് എനിക്കിഷ്ടം. അപ്പം ഇച്ചിരൂടെ എരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒന്നുകൂടെ പുളിയായിരുന്നേനെ. തീയലൊരു രക്ഷയില്ല. കാരണം എനിക്കിച്ചിരി നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്. ഞാനതുകൊണ്ട് തീയൽ അധികം ഉണ്ടാക്കാറില്ല. പക്ഷെ ഇങ്ങനെ പാചകം ചെയ്താൽ നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും കേട്ടോ. ഇച്ചിരി പപ്പടവും കൂടെ എടുക്കാം. ഈ തീയലിൻ്റെ ഓർമ്മയിൽ പപ്പടം എടുക്കാൻ മറന്നുപോയി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം. ഞാൻ ഈ പറഞ്ഞ അതേ ചേരുവകൾ ചേർത്ത് ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് നിങ്ങൾ ഒരു തീയൽ, പ്രത്യേകിച്ച് മത്തങ്ങ തീയൽ ഉണ്ടാക്കി നോക്കണം. ഈ ശീമച്ചക്ക ഇന്ന് മെഴുക്ക് പുരട്ടി അത് തീയൽ വയ്ക്കണം. അതും സൂപ്പറാണ്. അത് വേറൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. തീയലിൻ്റെ ഒരു നെഞ്ചരിച്ചിലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെയില്ല. നമുക്കിത് എത്ര വേണേലും ദോശയുടെ കൂട്ടത്തിലോ ഇഡലിയുടെ കൂട്ടത്തിലോ ഒന്നും തന്നെ പറയണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.